ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പല കുട്ടികൾക്കും ഇപ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഏജ് എത്തുമ്പോഴത്തേക്കും അവർക്ക് മറ്റു പല കാര്യങ്ങളിലേക്കുമായിരിക്കും കോൺസെൻട്രേഷൻ. അതാണ് അവരുടെ ലൈഫ് എന്നുള്ള രീതിയിൽ അവരെപ്പോഴേക്കും എന്താ പറയുക ഒരു അഡൽട്ട്ഹുഡിലേക്ക് കയറി എന്നുള്ള രീതിയിലേക്കാണ് ഒരു ടീനേജിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചിന്ത പോകുന്നത്. ഇതൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷന്റെ ലാക്കിംഗ് കൊണ്ട് തന്നെ അതിന്റെ കുറവ് കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തതുപോലെ തന്നെ ഈ ഒരു റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്ട് വരുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് അത് വേഗം സ്കിപ്പ് ചെയ്തിട്ട് കുട്ടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടെ കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും ആ ഒരു ടോപ്പിക് എന്താണെന്ന് അറിയാൻ. കാരണം ആ ഒരു പീരീഡിൽ ജിജ്ഞാസ കൂടുതലായിരിക്കും, ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും എന്താണ് ഏതാണ് എന്നൊക്കെ അറിയാനായിട്ട്. കാരണം അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുമായിട്ട് ഇങ്ങനത്തെ സിമിലർ ടോപ്പിക്സിൽ സംസാരം ഉണ്ടായിട്ടുണ്ടാവും മുൻപ് തന്നെ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക് എത്തുമ്പോൾ നിങ്ങൾ തന്നെ വായിച്ചെടുത്തോളൂ എന്നിട്ട് സ്കിപ്പ് ചെയ്യുന്നതാണ് കാണാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറേ തെറ്റിദ്ധാരണകൾ കുട്ടികളിലുണ്ട്. അപ്പോൾ അവർ കൂടുതലും പല വെബ്സൈറ്റുകളിലേക്ക് പോകുക, പലതരത്തിലുള്ള വീഡിയോസ് കാണുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള റോങ് ആയിട്ടുള്ള രീതിയിൽ കൂട്ടുകെട്ട് കൂടുക, അങ്ങനത്തെ രീതിയിലേക്ക് കുട്ടികൾ പോകുന്നതായിട്ട് കാണാറുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും അതുപോലെ തന്നെയാണ്. ചില ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട് തന്നെയാണ്, ഫസ്റ്റ് ടൈം സെക്സ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ സെക്ഷൽ റിലേഷനിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന പോരായ്മകൾ അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ഹെൽത്തി രീതിയിലേക്ക് ആക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോയുടെ ടോപ്പിക് കേൾക്കുമ്പോഴത്തേക്കും പലരുടെയും മനസ്സിലിച്ചോ ഇത് എന്തെന്ന ടോപ്പിക് എന്നുള്ള രീതിയിൽ ഒന്നും ചിന്തിക്കേണ്ട. അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ അത് ചിലപ്പോൾ അത് തെറ്റായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ അതൊരു വീഡിയോ ചെയ്യുന്നത് ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ ഇന്റൻഷൻ വെച്ച് ചെയ്യുന്ന ആൾക്കാരുടേത് നിങ്ങൾ കാണുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാവരും ഇതുപോലെ അവയർനെസ്സിന് വേണ്ടി വീഡിയോ ഇടുന്നത് പോലും നെഗറ്റീവ് സെൻസിൽ എടുക്കാനായിട്ട് തോന്നുന്നത്. എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു മുൻകൂട്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഒരിക്കലും നെഗറ്റീവ് സെൻസിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ മൊത്തത്തിൽ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു സെൻസിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഫസ്റ്റ് ടൈം നിങ്ങൾ എപ്പോഴും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെടുമ്പോൾ, ആ സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സെക്സ് എന്ന് പറയുന്നത് വെറും പെനട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ല അവിടെ ഒരു സെക്ഷൽ റിലേഷൻ എന്ന് പറയുന്നത്. ഏത് തരത്തിലും ഒരു ശാരീരികമായിട്ട് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അത് സെക്സ് എന്നുള്ളൊരു കാറ്റഗറിയിൽ ആണ് നമ്മൾ അതിൽ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ പെനട്രേറ്റ് ചെയ്യുന്നത് മാത്രമല്ല സെക്സ്. അപ്പൊ ഇവിടെ നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് പല തരത്തിലും അത് റോങ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ കൺസെന്റ് ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് പങ്കാളികൾ തമ്മിൽ ഒരു ശാരീരികമായിട്ടുള്ളൊരു റിലേഷനിൽ ഏർപ്പെടാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ കൺസെന്റ് വാങ്ങിക്കണം. ഒരാളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഒരാളുടെ സമ്മതത്തോടു കൂടി മാത്രമേ രണ്ടുപേരും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനായിട്ട് പറ്റുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അത് ലീഗലി ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ കൺസെന്റോട് കൂടെ തന്നെ പോവുക. പിന്നെ കൺസെന്റിനെ കുറിച്ചിട്ടൊരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ എത്രയൊക്കെ കൺസെന്റ് ഉണ്ടായാലും അത് ശിക്ഷാർഹമാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അതും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് കൺസെന്റ് എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് പങ്കാളികൾ തമ്മിലുള്ള ഒരു എന്താ പറയാ ഓക്കെ എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഏജ്. നിങ്ങളുടെ ഏജ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്ത ആ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഏജ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതൊന്ന് കണ്ടു നോക്കുക. ആ ഒരു വീഡിയോയിൽ ഉണ്ടാകുന്ന പറഞ്ഞിട്ടുള്ള അതേ മാറ്റർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ടാണ് ആ ഒരു വീഡിയോ കാണാനായിട്ട് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഈ ഒരു ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നത് എപ്പോഴും ഒരു കള്ളത്തരം അല്ലെങ്കിൽ മറവിലായിരിക്കും നിങ്ങൾ പലരും ചെയ്യുന്നുണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ മാരീഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഓപ്പൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. അതല്ലാത്തുള്ളത് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഒരു മറവിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്നൊരു കാര്യം. എങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും നിങ്ങൾ എപ്പോഴും
ഒരു പ്ലേസ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്ലേസ് നിങ്ങൾക്ക് മനസ്സുകൊണ്ടും ശാരീരികമായിട്ടും നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു പ്ലേസ് ആയിരിക്കണം. അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഇത് പിടിക്കപ്പെടും എന്നൊരു 90% ചാൻസ് ഉണ്ടായിട്ട് 10% ഒരു റിസ്ക് എടുത്തിട്ട് നിങ്ങൾ അവിടെ നിൽക്കുകയാണ്, ആ ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയേക്കാം. കാരണം അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടൊരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ എഫക്റ്റ് ചെയ്തേക്കും, നിങ്ങളുടെ സെക്ഷൽ റിലേഷനെ തന്നെ ഭാവിയിലേക്ക് അത് എഫക്റ്റ് ചെയ്തേക്കും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, നാലാമത്തെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈജീനാണ്. എപ്പോഴും നമ്മൾ വൃത്തി, പേഴ്സണലായിട്ട് വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. എപ്പോഴും വൃത്തിയിൽ മാത്രം ഇത് ചെയ്യുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെയുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെയുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു കല്ലുകടി പോലെ എന്തെങ്കിലും ഒരു കറ വന്നു കഴിഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ പിന്നെയുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. അത് നിങ്ങൾ ആ ഒരു പാർട്ട്ണർ എന്നല്ല, വേറെ ഏത് പങ്കാളി വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രശ്നമായേക്കാം. നിങ്ങൾ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഹൈജീൻ എന്ന് പറയുന്നത്, ഒന്ന് ശരീരം ഫുൾ ശുദ്ധമായിട്ടിരിക്കുക. പിന്നെ സ്മെല്ല്, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. ഇനി അതിനെക്കുറിച്ചിട്ട് ഒരു ഹൈജീനിക്കിനെ കുറിച്ചിട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ പറയാം. ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈജീൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ പങ്കാളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. എന്തൊക്കെയായാലും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടക്കേടുണ്ട്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഫിസിക്കലി റിലേഷനിലേക്ക് പോകുമ്പോൾ ഉണ്ടാവേണ്ടതും. പിന്നെ നിങ്ങളെപ്പോഴും ഈ ഒരു ലൈംഗികമായിട്ട് ഒരു റിലേഷനിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ STDs-നെ കുറിച്ചിട്ട് എപ്പോഴും അവെയർ ആയിരിക്കുക. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള അസുഖങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം അതിന് എപ്പോഴും ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ, ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ രീതിയിൽ കാര്യങ്ങളെ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ എപ്പോഴും ഫസ്റ്റ് ടൈം റിലേഷൻഷിപ്പിൽ, അത് ആരും ആയിക്കോട്ടെ കേട്ടോ, നിങ്ങളിപ്പോൾ ലവേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ മാരീഡ് ആയിക്കോട്ടെ, ലിവിങ് റിലേഷൻഷിപ്പ് എന്തായിക്കോട്ടെ, ആരോടായാലും ഫസ്റ്റ് ടൈം റിലേഷനിൽ നിങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ടെൻഷൻ എടുക്കാനോ അല്ലെങ്കിൽ എന്താവും, പിടിക്കപ്പെടുമോ, അതാവോ ഇതാവോ, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആവോ, ഇത് ശരിയാവോ എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളെ ഭാവിയിലേക്ക് ബാധിച്ചേക്കാം. പിന്നെ ചില ആൾക്കാർക്ക് ഇൻസെക്യൂരിറ്റീസ് ഭയങ്കരമായിരിക്കും റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക്. ഫിസിക്കൽ റിലേഷൻഷിപ്പിന് മുന്നോടിയായിട്ട് ഒരു 2-3 ദിവസം മുൻപ് തന്നെ ഭയങ്കരമായിട്ട് ഞാനിപ്പോൾ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ, നിങ്ങൾക്ക് അതായത് ആ ഒരു വ്യക്തിക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുമോ എനിക്ക്, അല്ലെങ്കിൽ തൻ്റെ ബോഡി ഓക്കെ ആണോ, അവർക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവർക്കത് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുമോ, അവർക്ക് പ്ലഷറബിൾ ആവുമോ, അല്ലെങ്കിൽ നമുക്കത് ഹാപ്പി ആവുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ ഇൻസെക്യൂരിറ്റീസ് ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ ഇതത്ര പോരാ, തനിക്കുള്ളത് ഇത്ര പോരാ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളത് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, റിയലായിട്ട് ആ ഒരു ലവ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും അവിടെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. പിന്നെ പെനട്രേഷൻ ഓക്കെ ആവോ എന്നുള്ള ചില ആൾക്കാർക്ക് ചിന്ത ഉണ്ടാവും. ചില പെൺകുട്ടികൾക്ക് എന്ന് പറയുന്നത് അവിടെ തീരെ ചെറുതാണല്ലോ, വജൈനൽ ഓപ്പണിങ് വളരെ ചെറുതാണല്ലോ, അതിൽ കൂടെ എങ്ങനെയാണ് അതെനിക്ക് പോസിബിൾ ആയിരിക്കുമോ എന്നുള്ളൊക്കെ ചിന്തകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഇതേപോലെ തന്നെ ഉണ്ടാവാം. അപ്പം അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. ഇതൊക്കെ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമിൽ തന്നെ ക്ലിക്ക് ആവുന്ന ഒരു സംഭവമൊന്നുമല്ല. ചില ആൾക്കാർക്ക് ടൈം എടുക്കും, ചിലപ്പോൾ കുറച്ച് ഡേയ്സ് ഓർ ഫ്യൂ വീക്സ്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വെജൈനിസ്മസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ മന്ത്സ് വരെ എടുക്കാറുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊന്നും ഇതിനൊരു മാനദണ്ഡമല്ല. ചില ആൾക്കാർക്ക് ടൈം എടുത്ത് തന്നെ പെൻട്രേഷൻ പോസിബിൾ ആകുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയം നിങ്ങൾ കുറച്ചും കൂടി പ്ലഷറബിൾ ആൻഡ് ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടും കാമായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നേരെ തന്നെ പോയിട്ട് പെൻട്രേഷനിലേക്കല്ല. നിങ്ങൾ ചിലപ്പോൾ വീഡിയോസോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കൂടെ സെർച്ച് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തെന്നിരിക്കും. അപ്പോൾ അതിൽ കാണുന്നത് പോലെ തന്നെ ഇതിനെ പെനട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഹാപ്പിനെസ് എന്നുള്ള രീതിയിലേക്ക് പോകരുത്. 2 പാർട്ട്നേഴ്സും ഈക്വലി ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഫോർ പ്ലേക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. ഫോർ പ്ലേ എന്ന് പറയുന്നത് പെനട്രേഷന് മുൻപായിട്ട് നിങ്ങൾ ചിലവഴിക്കുന്ന ആ ഒരു സമയം. അത് പലതരത്തിൽ നിങ്ങൾക്ക്, ഇപ്പോൾ ചില ആൾക്കാരുടെ ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഓരോരുത്തരുടെ ലവ് ലാംഗ്വേജ് വെച്ചിട്ട് അതിന് പല രീതിയിലായിട്ട് അത് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇനി ചില ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ ഓക്കെ ആണ് ചെയ്യാനായിട്ട്, പെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യാം. അങ്ങനെ പയ്യെ ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ബേസിക് ആയിട്ടൊരു സ്ട്രക്ചർ. എപ്പോഴും ഒരു ഫസ്റ്റ് ടൈം സെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും ഭയങ്കര ഒരു വല്ലാത്തൊരു ആങ്സൈറ്റി പോലെയാണ്. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ എക്സ്പേർട്ടായിട്ടോ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടോ നോളജിലോ ഒന്നും എല്ലാവരും പോകുന്നത്. എല്ലാം ഫസ്റ്റ് ടൈം തന്നെ പോകുമ്പോൾ കാമായിട്ടും റിലാക്സ്ഡ് ആയിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നും പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റില്ല. സ്ലോലി നിങ്ങളത് എൻജോയ് ചെയ്ത് തന്നെ ആ ഒരു പ്രോസസ്സ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ അതിലേക്ക് ഏർപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ലൈക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ആണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും. പിന്നെ ഈ ഒരു വീഡിയോ ഒരിക്കലും കണ്ടിട്ട് അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ എടുക്കാതെ അതിലും നല്ല വശങ്ങൾ ഉണ്ട് എന്നും, ഇത് എന്താ പറയുക, ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോണ്ടന്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ അത് പലരുടെയും ലൈഫിൽ കുറെ കൂടെ യൂസ്ഫുള്ളും ഹെൽപ്ഫുള്ളും ആയിരിക്കും എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിൻലി ചെയ്തിരിക്കുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.